Devika's Kitchen Recipes like Swagatham. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇന്ന് ഞാൻ നവരാത്രി സ്പെഷ്യൽ ആയിട്ട് കപ്പലണ്ടി ചുണ്ടലിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പീനട്ട് വെച്ചിട്ട് ഒരു ചുണ്ടൽ അതാണ് തയ്യാറാക്കുന്നത്. ഇത് നവരാത്രിക്ക് നമ്മൾ ദേവിക്ക് നിവേദ്യമായിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള ചുണ്ടൽ തയ്യാറാക്കാറുണ്ട്. അതിലൊന്നാണ് ഈ കപ്പലണ്ടി ചുണ്ടൽ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടെയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കപ്പലണ്ടി ചുണ്ടൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൊലിയുള്ള പച്ച കപ്പലണ്ടി 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 6 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളൊരു 6 മുതൽ 8 മണിക്കൂർ കുതിർത്തിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇത് ഞാൻ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിരുന്നതാണ്. എങ്കിലും നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ഒന്നുകൂടെ കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിത് തുറക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇതിനി തുറന്ന് നോക്കാം. നമ്മുടെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചുണ്ടൽ തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് താളിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്തിട്ട് താളിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് വെന്തതായതുകൊണ്ട് ഇനി നമുക്കൊന്നും കുക്ക് ചെയ്യാനൊന്നുമില്ല. എല്ലാം കൂടെ ചേർത്ത് മിക്സിങ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത് കാരണം കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായപ്പൊടി മതി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കായപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കടല വെച്ചിട്ടും പയർ വെച്ചിട്ടും ഒക്കെ ചുണ്ടൽ തയ്യാറാക്കാം. ഞാൻ ഇതിന് മുന്നേ കറുത്ത കടല വെച്ചിട്ട് ഇതുപോലെ ചുണ്ടലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/4 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിന് നമുക്ക് 1/4 കപ്പ് തേങ്ങ മതി. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കപ്പലണ്ടി ചുണ്ടൽ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ദേവിക്ക് നിവേദ്യമായിട്ട് തയ്യാറാക്കുമ്പം ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇതൊന്നും ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ വീട്ടിലല്ലാതെ തയ്യാറാക്കുന്നതാണെങ്കിൽ നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ളിയോ വെളുത്തുള്ളിയോ ഒക്കെ ചേർത്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ കപ്പലണ്ടി ചുണ്ടൽ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്പായസത്തിന്റെ വീഡിയോ, പഞ്ചാമൃതത്തിന്റെ വീഡിയോ, കറുത്ത കടല വെച്ചിട്ടുള്ള ചുണ്ടലിന്റെ വീഡിയോ, ലോട്ടസ് സീഡ് നമ്മുടെ മഖാന വെച്ചിട്ടുള്ള പായസത്തിന്റെ വീഡിയോ, ഇതൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മഖാന പായസം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഈ കപ്പലണ്ടി ചുണ്ടൽ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്